ഞാൻ എന്നും എന്നെ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ്. ഇന്നും എനിക്ക് ഫുട്ബോളിന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പുറകെ പോകും. ഞാൻ പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. റൊണാൾഡോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്, ബിഗ് ഫാൻ. ജെന്യൂൻ ചോദ്യം ചോദിച്ചോ, ഇത് റൊണാൾഡോ കാണാൻ സാധ്യതയുണ്ടോ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടില്ല. ജെന്യൂൻ ചോദ്യം ചോദിച്ചോ, ഇത് റൊണാൾഡോ കാണാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. എങ്ങനെ എത്തിക്കാം പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരിക. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എങ്ങനെയാണ് ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഫുട്ബോളിന് അത്ര ഇഷ്ടമാണോ? എന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം ഫുട്ബോൾ. അതില്ലെങ്കിൽ ഞാനില്ല. സാധാരണ സിനിമാ താരങ്ങളുടെയൊക്കെ മക്കള് കൂടുതലും അഭിനയ രംഗത്തേക്കാണ് വരുന്നത്. അപ്പോ ഭാവിയിൽ നമുക്ക് ഇന്ത്യൻ ടീമിന് അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോളറിനെ പ്രതീക്ഷിക്കാമോ മാധവില്? ഉണ്ണിയുടെ വലിയ പൊഷനല്ലേ, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനല്ലേ? അപ്പോ അവൻ പറയുന്നത് 2026 ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? ഇതെന്താണ് റേഡിയോ നാടകം? ജനിച്ചു വീണ അന്ന് തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ചീത്ത പേര് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ? ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും.